ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSC എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് PWD എക്സാം ഡേറ്റ് ഡിസംബർ 16 ആണ്. ഓക്കെ, നിങ്ങളെല്ലാം പ്രിപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കാണും. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഇനിയുള്ളൂ. അപ്പം എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് കേരള PSC അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിലബസ് പ്രകാരം നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടെലഗ്രാമിലാണ്, തിയറി റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. എല്ലാവർക്കും പഠിക്കുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ PDF നോട്ട്സും ഓരോ ടോപ്പിക് കഴിയുമ്പോൾ ടോപ്പിക് വൈസ് MCQ ക്വസ്റ്റ്യൻസും ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വേറെ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ലാ ടോപ്പിക്സും നമ്മൾ തന്നെ പഠിപ്പിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ അതിൻ്റെ ഭാഗമായി നമ്മൾ നാളെ ഒരു ഒക്ടോബർ 4 ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ബാച്ച് 1 ബാച്ച് റണ്ണിങ് ആണ്. ഓക്കെ, അതിൽ നമ്മൾ ഡിസംബർ 5 ആകുമ്പോൾ നമ്മുടെ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആക്കും. അത് കഴിഞ്ഞ് പിന്നെ 10 ദിവസമുണ്ട്. അന്നേരം റിവിഷനും മോക്ക് എക്സാമിനും ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ട്. സോ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നാളെ തുടങ്ങുന്ന പുതിയ ബാച്ച് നമുക്ക് ഡിസംബർ 10 ആകുമ്പോൾ പോർഷൻസ് ഫുൾ കംപ്ലീറ്റ് ആക്കും. പിന്നെ നമുക്ക് 5 ദിവസമുണ്ട് റിവിഷനും മോക്ക് എക്സാംസും ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിപ്പോൾ മൊഡ്യൂൾ 2, നമ്മുടെ ഫസ്റ്റ് ബാച്ചിലെ മൊഡ്യൂൾ 2 എത്തിയിട്ടുണ്ട്. മൊഡ്യൂൾ 2 ലാസ്റ്റ് പോർഷനാണ്. അതിൻ്റെ എക്സാം ഈ വരുന്ന ട്യൂസ്ഡേ അതിൻ്റെ മൊഡ്യൂൾ 2 എക്സാം ആണ്. ഓക്കെ, അതിൻ്റെ ബേസ് നമുക്ക് കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓസിലേറ്റർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ സ്പ്ലിറ്റ് കപ്പാസിറ്റർ ഇൻ ഇറ്റ്സ് ടാങ്ക് സർക്യൂട്ട്? ഏത് ഓസിലേറ്റർ ആണ്? വിച്ച് ഓസിലേറ്റർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ സ്പ്ലിറ്റ് കപ്പാസിറ്റർ ഇൻ ഇറ്റ്സ് ടാങ്ക് സർക്യൂട്ട്? ഓസിലേറ്ററിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സും എല്ലാം വളരെ ഡീപ്പായിട്ട് നമ്മുടെ തിയറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പഠിച്ചു കാണും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് ഓസിലേറ്റർ ആയിരിക്കും ക്യാരക്ടറൈസ്ഡ് ബൈ എ സ്പ്ലിറ്റ് കപ്പാസിറ്റർ ഇൻ ഇറ്റ്സ് ടാങ്ക് സർക്യൂട്ട്? RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ആണോ? കോൾസ് ഓസിലേറ്റർ ആണോ? വീൻ ബ്രിഡ്ജ് ഓസിലേറ്റേഴ്സ് ആണോ? നൺ ഓഫ് ദി അബോവ്. ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, കോൾ പിറ്റ്സ് ഓസിലേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഓസിലേറ്റേഴ്സും അതിൻ്റെ അപ്രോക്സിമേറ്റ് ഫ്രീക്വൻസി റേഞ്ച് നമുക്ക് നോക്കാം. അത് ചോദിക്കാറുണ്ട്. ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണെങ്കിൽ ഒരു ഫിക്സഡ് ഫ്രീക്വൻസി കാണും. ട്രിക്ലർ ഫീഡ്ബാക്ക് ഓസിലേറ്റർ നിയർലി ഫിക്സഡ് ഫ്രീക്വൻസി ആയിരിക്കും. വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ 1 Hz to 1 MHz. ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ 1 Hz to 10 MHz. ഹാർട്ട്ലി ഓസിലേറ്റർ 10 kHz to 100 MHz. കോൾപിറ്റ്സ് ഓസിലേറ്റർ 10 kHz to 100 MHz. ഓക്കെ, ഇതാണ് നമ്മുടെ ഓസിലേറ്ററിൻ്റെ അപ്രോക്സിമേറ്റ് ഫ്രീക്വൻസി റേഞ്ച്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആൻ ആംപ്ലിഫയർ വിത്ത് ദ നെഗറ്റീവ് ഫീഡ്ബാക്ക് bandwidth is dash and voltage gain is dash. In an amplifier with a negative feedback bandwidth is dash and voltage gain is dash. Bandwidth is decreased by a factor 1 plus A beta and voltage gain decreases ആണോ? ഓപ്ഷൻ ബി, bandwidth is decreased by factor beta and voltage gain remains same ആണോ? അത് bandwidth is increased by the factor A plus 1 plus A beta and voltage gain is reduced ആണോ? ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, അതായത് 3 ആണ് വരുന്നത്. അതായത് നമ്മുടെ ബാൻഡ്വിഡ്ത്ത് ഇൻ ആൻ ആംപ്ലിഫയർ വിത്ത് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഇൻക്രീസ്ഡ് ബൈ ദ ഫാക്ടർ 1 plus A beta. അതുപോലെ തന്നെ വോൾട്ടേജ് ഗെയിൻ എന്താണ്? കുറവായിരിക്കും, റെഡ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് നമ്മുടെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടറൊക്കെ നോക്കാം. ഫീഡ്ബാക്ക് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ കാണാനുള്ള ഫോർമുല AF എന്ന് പറയുന്നത് A/1 plus A beta ആണ്. പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. A എന്ന് പറയുന്നത് ഓപ്പൺ ലൂപ്പ് ഗെയിനും A beta എന്ന് പറയുന്നത് ലൂപ്പ് ഗെയിനും ആണ്. നമ്മുടെ ഫീഡ്ബാക്ക് കൂടുമ്പോൾ എന്ത് പറ്റും? ഗെയിൻ എന്ത് ചെയ്യാണ്? കുറയാണ്. അതുവഴി നമ്മുടെ ബാൻഡ് വിത്ത് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ് ആസ് പെർ ദി ഫോർമുല, അല്ലേ? അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻ ആംപ്ലിഫയർ കോസസ് എന്തൊക്കെ ഉണ്ടാവും? റെഡ്യൂസ് ഇൻ വോൾട്ടേജ് ഗെയിനും ഇൻക്രീസ് ഇൻ സ്റ്റെബിലിറ്റി ഇൻ ഗെയിനും ആണ്. അതുപോലെ ബാൻഡ് വിത്ത് 1 plus A beta ടൈംസ് ഇൻക്രീസ് ആവും ടു മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് ഗെയിൻ ബാൻഡ് വിത്ത് പ്രോഡക്റ്റ്. അതുപോലെ ഡിസ്റ്റോഷൻ റെഡ്യൂസ് ആവും, നോയ്സ് ഇൻ ദ ആംപ്ലിഫയർ ഒക്കെ റെഡ്യൂസ് ആവും, സിഗ്നൽ ടു നോയ്സ് റേഷ്യോനെ നോട്ട് അഫക്റ്റഡ്. ഓക്കെ, ഇതൊക്കെയാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻ ആംപ്ലിഫയറിൻ്റെ കോസസ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഹാർട്ട്ലി ഓസിലേറ്റർ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ റേഡിയോ റിസീവേഴ്സ്, റേഡിയോ ട്രാൻസ്മിറ്റേഴ്സ്, TV റിസീവേഴ്സ്, TV ട്രാൻസ്മിറ്റേഴ്സ്. ഏതായിരിക്കും? ഹാർട്ട്ലി ഓസിലേറ്റർ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ റേഡിയോ റിസീവേഴ്സ്. എവിടെയാണ്? റേഡിയോ റിസീവേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാർട്ട്ലി ഓസിലേറ്ററിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് മെയിൻലി എവിടെയാണ് യൂസ് ചെയ്യുന്നത്? പർട്ടിക്കുലർലി യൂസ്ഫുൾ സർക്യൂട്ട് ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ് ക്വാളിറ്റി സൈൻ വേവ് സിഗ്നൽസ് ഇൻ ദ റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിലാണ് നമ്മുടെ ഹാർട്ട്ലി ഓസിലേറ്റേഴ്സ് ഗുഡ് ക്വാളിറ്റി സൈൻ വേവ് സിക്വൻസ് ഇൻ ദ റേഡിയോ ഫ്രീക്വൻസി റേഞ്ച് ആകുമ്പോൾ 30 kHz to 30 MHz റേഞ്ചിൽ ഗുഡ് ക്വാളിറ്റി സൈൻ വേവ് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും. കോൾപിറ്റ്സ് ഓസിലേറ്റേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഹാർട്ട്ലി ഓസിലേറ്റർ പോലെ തന്നെയാണ്. അതെന്താണ്? ഹൈ ഫ്രീക്വൻസി സൈൻ വേവ്സ് റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിൽ പ്രൊഡ്യൂസ് ചെയ്യും. ക്രിസ്റ്റൽ ഓസിലേറ്റർ ക്യാൻ പ്രൊഡ്യൂസ് സൈൻ വേവും പ്രൊഡ്യൂസ് ചെയ്യാം, സ്ക്വയർ വേവ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഏകദേശം ഒരു 1 or 2 MHz അപ് ടു സെവറൽ 100 MHz റേഞ്ച് വരെ സൈൻ വേവ് ഓർ സ്ക്വയർ വേവ് ഔട്ട്പുട്ട് ഇതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ക്രിസ്റ്റൽ ഓസിലേറ്റർ. ഓക്കെ,
അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പ്രോബ്ലമാണ്. നമ്മൾ പ്രോബ്ലം നോക്കണം. സിമ്പിൾ പ്രോബ്ലംസ് നോക്കിയാൽ മതിയാവും. കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സിമ്പിൾ പ്രോബ്ലംസ് ചോദിക്കത്തുള്ളൂ ആസ് ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വുഡ് ബി ദ കമ്പ്യൂട്ടേഷണൽ വാല്യൂ ഓഫ് ഫീഡ്ബാക്ക് വോൾട്ടേജ് ഇൻ ദ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ വിത്ത് എ ഈക്വൽ ടു 100, ബീറ്റ ഈക്വൽ ടു 0.083 ആൻഡ് ഇൻപുട്ട് സിഗ്നൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 30 മില്ലി വോൾട്ട്. ഓക്കെ, നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? നമുക്ക് ഫീഡ്ബാക്ക് വോൾട്ടേജ് VF ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഇന്ന നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇനി സിഗ്നൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് V0 ഈക്വൽ ടു A ഇൻറ്റു VI ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, അതുപോലെ നമ്മുടെ ഫീഡ്ബാക്ക് വോൾട്ടേജ് എങ്ങനെ എഴുതാം? ഫീഡ്ബാക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് VF എന്ന് പറയുന്നത് ബീറ്റ ടൈംസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിരിക്കും. ദാറ്റ് ഈസ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഔട്ട്പുട്ട് വോൾട്ടേജ് പറയുമ്പോൾ A ഇൻറ്റു VI അല്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? VF ഈക്വൽ ടു A ഇൻറ്റു ബീറ്റ ഇൻറ്റു VI. ഇതാണ് നമ്മുടെ ഫോർമുല. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള എല്ലാം ഉണ്ട്. നമ്മുടെ ഗെയിൻ തന്നിട്ടുണ്ട് 100, ബീറ്റ തന്നിട്ട് 0.03, നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ വോൾട്ടേജ് 30 മില്ലി വോൾട്ട്. അതിന് നമ്മൾ വോൾട്ടിലോട്ട് ആക്കണം ഇൻറ്റു 10⁻⁻³ എല്ലാ വാല്യൂസ് ഉണ്ടല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ? ആൻസർ വന്നിട്ട് 0.09 വോൾട്ട് കിട്ടും. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ദ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഈസ് ഡിറ്റർമിൻഡ് ബൈ. ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൽ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഈസ് ഡിറ്റർമിൻഡ് ബൈ ഏതായിരിക്കും? റെസിസ്റ്റൻസ് ഒള്ളിയാണോ, ഇൻഡക്റ്റൻസ് ഒള്ളിയാണോ, അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് ഒള്ളിയാണോ, LC കോമ്പിനേഷനാണോ, RC കോമ്പിനേഷനാണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ 4 ആണ്, RC കോമ്പിനേഷൻസ്. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്രിസ്റ്റൽ ഓസിലേറ്റർ യൂസസ്. ക്രിസ്റ്റൽ ഓസിലേറ്റർ യൂസസ്. ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും യൂസസ്? പീസോ ഇലക്ട്രിക് ക്വാർട്സ് ക്രിസ്റ്റൽ. പീസോ ഇലക്ട്രിക് ക്വാർട്സ് ക്രിസ്റ്റൽ. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ. സോ ടൂത്ത് വേവ് ക്യാൻ ബി ജനറേറ്റഡ് ത്രൂ. സോ ടൂത്ത് വേവ് ക്യാൻ ബി ജനറേറ്റഡ് ത്രൂ ആര് വഴിയായിരിക്കും സോ ടൂത്ത് വേവ് ആയി? സ്മിത്ത് ട്രിഗർ. സ്മിത്ത് ട്രിഗറിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സ്മിത്ത് ട്രിഗർ എന്ന് പറയുന്ന ഒരു ബേസിക്കലി ഒരു ഇൻവേർട്ടിംഗ് കമ്പാരറ്റർ സർക്യൂട്ടാണ് വിത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. മെയിൻ ഫംഗ്ഷൻ എന്തായിരിക്കും? കൺവേർട്ട് ഇനി റെഗുലർ അല്ലെങ്കിൽ ഇറഗുലർ ഷേപ്ഡ് ഇൻപുട്ട് വേവ് ഫോമിനെ ഒരു സ്ക്വയർ വേവ് ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ പൾസാക്കി മാറ്റുക. അതാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ. ട്രിഗർ എന്ന് പറഞ്ഞാൽ മെയിൻ തന്നെ അതിൻ്റെ മീനിങ് എന്താണ്? ബിക്കോസ് ദ ഔട്ട്പുട്ട് റിറ്റെയിൻ ഇറ്റ്സ് വാല്യൂ അണ്ടിൽ ദ ഇൻപുട്ട് ചേഞ്ചസ് സഫിഷ്യൻറ്റ് ടു ട്രിഗർ എ ചേഞ്ച്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മൾ നടക്കുന്ന ഒരു ട്രയാങ്കുലർ വേവ് ജനറേറ്റർ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാം? ഒരു സോ ടൂത്ത് വേവ് ജനറേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്മിത്ത് ട്രിഗർ ഒരു ബേസിക്കലി ഒരു ഇൻവേർട്ടിംഗ് കമ്പാരറ്റർ ആണ് വിത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? സോ ടൂത്ത് വേവ് ക്യാൻ ബി ജനറേറ്റഡ് ത്രൂ സ്മിത്ത് ട്രിഗർ ആണ്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്മിത്ത് ട്രിഗർ ഈസ് എ ഡിജിറ്റൽ സർക്യൂട്ട് ദാറ്റ് പ്രൊഡ്യൂസ് ഏതായിരിക്കും? എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇത് പ്രൊഡ്യൂസസ് റെക്റ്റാങ്കുലർ ഔട്ട്പുട്ട് ഫോർ എനി ടൈപ്പ് ഓഫ് ഇൻപുട്ട്. ഓൾറെഡി പറഞ്ഞു അല്ല, ഇറ്റ് പ്രൊഡ്യൂസ് റെക്റ്റാങ്കുലർ ഔട്ട്പുട്ട് ഫോർ എനി ടൈപ്പ് ഓഫ് ഇൻപുട്ട്. അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് ഏതാണ് ശരിയായിട്ടുള്ളത് നോക്കാം. ഏതാണ്? അപ്പോൾ ഇത് വായിച്ച് നോക്കുക. അപ്പോൾ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ B ആണ്. 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് രണ്ട് നോക്കാം. എ സ്മിത്ത് ട്രിഗർ സർക്യൂട്ട് ക്യാൻ ബി എമിറ്റർ കപ്പിൾഡ് ബൈസ്റ്റേബിൾ സർക്യൂട്ട്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അടുത്തത് എന്താണ്? സ്മിത്ത് ട്രിഗർ ആർ സർക്യൂട്ട്സ് എക്സിബിറ്റ് ഹിസ്റ്റെറിസിസ് ഫിനോമിനൻ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ എന്താണ്? ഔട്ട്പുട്ട് ഓഫ് ദ സ്മിത്ത് ട്രിഗർ വിൽ ബി ട്രയാങ്കിൾ ഇഫ് ദ ഇൻപുട്ട് ഈസ് സ്ക്വയർ വേവ്. എൻ്റെ ഉള്ളിൽ തെറ്റാണ് അല്ലേ? അപ്പോൾ 1 and 2 ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ഫംഗ്ഷൻ ഓഫ് സ്മിത്ത് ട്രിഗർ. സ്മിത്ത് ട്രിഗറിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ടു ഡിവൈഡ് ഫ്രീക്വൻസി ആണോ, ടു കൺട്രോൾ ഫ്രീക്വൻസി ആണോ, ടു ഷേപ്പ് എ വേവ് അല്ലേ? ഒരു ടു ഷേപ്പ് എ വേവ് ആണ് അല്ലേ? നമ്മുടെ സ്മിത്ത് ട്രിഗറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ടു ഷേപ്പ് എ വേവ്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ദാറ്റ് ഫംഗ്ഷൻ ആസ് എ വോൾട്ടേജ് കമ്പാരറ്റർ വിത്ത് ഹിസ്റ്റെറിസിസ് ഈസ് കോൾഡ്. ഒരു ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ദാറ്റ് ഫംഗ്ഷൻ ആസ് എ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ വോൾട്ടേജ് കമ്പാരറ്റർ ആണ് വിത്ത് ഹിസ്റ്റെറിസിസ്. ഏതായിരിക്കും? T ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണോ, D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണോ, JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണോ, അത് സ്മിത്ത് ട്രിഗർ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ D എൻ്റർലി സ്മിത്ത് ട്രിഗർ. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻ ക്യാൻ എ സ്മിത്ത് ട്രിഗർ ക്യാൻ ബി യൂസ്ഡ്. സ്മിത്ത് ട്രിഗർ ഉപയോഗിക്കുന്നത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു. എന്തിനായിരിക്കും? പൾസ് ഷേപ്പിംഗ്. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്മിത്ത് ട്രിഗർ മേ ബി യൂസ്ഡ് ടു. സ്മിത്ത് ട്രിഗർ എവിടെയും യൂസ് ചെയ്യാറുണ്ട്? ചേഞ്ച് വോൾട്ടേജ് ടു കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആണോ, ചേഞ്ച് ഫ്രീക്വൻസി ടു വോൾട്ടേജ് ആണോ, ചേഞ്ച് എ സ്ലോലി വേരിയിങ് വോൾട്ടേജ് ടു സ്ക്വയർ വോൾട്ടേജ് ആണോ? നൺ ഓഫ് ദീസ്. ഇറ്റ് ഈസ് ഓപ്ഷൻ C ആണ്. ചേഞ്ച് എ സ്ലോലി വേരിയിങ് വോൾട്ടേജിനെ എന്തൊക്കെ ആക്കുക? ഒരു സ്ക്വയർ വോൾട്ടേജ് ആക്കി മാറ്റുക. സ്മിത്ത് ട്രിഗർ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ഇൻവേർട്ടിംഗ് കമ്പാരറ്റർ വിത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും. മെയിൻലി ഒരു എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ടു കാണും എന്തെങ്കിലും റെഗുലർ അല്ലെങ്കിൽ ഇറഗുലർ ഷേപ്പിലായിട്ടൊരു ഇൻപുട്ട് വേവ് ഫോമിനെ ഒരു സ്ക്വയർ വേവ് ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ പൾസാക്കി മാറ്റുക. ഒരു സ്ക്വയറിംഗ് സർക്യൂട്ടാണിത്. ഓക്കെ, അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ആസ് ആംപ്ലിറ്റ്യൂഡ് കമ്പാരറ്റർ. ആംപ്ലിറ്റ്യൂഡ് കമ്പാരറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏത് സർക്യൂട്ടാണ്? അത് നമ്മുടെ ആര് തന്നെയാണ്? സ്മിത്ത് ട്രിഗർ. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമെട്രിക് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ
given that R equal to 10 kilo ohm, C equal to 10 nanofarad. ഓക്കെ, നമുക്ക് ഫ്രീക്വൻസിയാണ് ഒരു അസിമെട്രിക് ആയിട്ടുള്ള അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. നമ്മൾ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തിയറിയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവർ കാണുക. അസിമെട്രിക്കൽ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ ഫിഗറാണിത്. ഓക്കെ, ഇതെന്താണ്? ഇതിൽ നമ്മുടെ R1 ഈക്വൾ ടു R2 ഈക്വൾ ടു R ആണ്. അങ്ങനെ നമുക്ക് എന്താ പറയുക, ഒരു സിമെട്രിക്കൽ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയാം അല്ലേ. നമ്മുടെ ഫിഗർ നോക്കുക, R1 ഈക്വൾ ടു R2 ഈക്വൾ ടു R ആണെങ്കിൽ സിമെട്രിക്കൽ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയാം. ഫ്രീക്വൻസി കാണാനുള്ള ഫോമുല F ഈക്വൾ ടു 1/T ആണ്. ഇവിടുത്തെ ടൈം എന്ന് പറയുമ്പോൾ ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ T1 + T2 നമ്മൾ ഗ്രാഫൊക്കെ വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. T എന്ന് പറയുമ്പോൾ ടൈം പീരീഡ്, T1 ചാർജിങ് പീരീഡ്, T2 ഡിസ്ചാർജിങ് ടൈം. ഓക്കെ, ഒരു സിമെട്രിക്കൽ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൽ T1 കാണാനുള്ള ഫോമുല എന്താണ്? അത് നമ്മൾ പഠിച്ചു തിയറിയിൽ. ഇറ്റ് ഈസ് 0.69 RC. T2 ആണെങ്കിൽ 0.69 RC. ദാറ്റ് ഈസ് T എന്ന് പറയുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1.38 RC എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിച്ചൂടെ? 1/T അല്ലേ. T നമ്മൾ പഠിച്ചു 1.38 RC. ഓക്കെ, അപ്പോൾ R നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എത്രയാണ്? 10 × 10⁻³ ഓം. കപ്പാസിറ്റർ 10 നാനോഫാരഡ്, അതിനെ നമ്മൾ ഫാരഡിലോട്ട് ആക്കണം. അപ്പോൾ ഇൻറ്റു 10⁻⁻9 ചെയ്യണം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7.2 കിലോ ഹെർട്സ്. അപ്രോക്സിമേറ്റ്ലി നമുക്ക് 7 ഹെർട്സ് ആയിട്ട് എടുക്കാം. ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 7 കിലോ ഹെർട്സ്. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഹാസ് 2 കോസി സ്റ്റേബിൾ സ്റ്റേറ്റ്. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് എ വോൾട്ടേജ് ടു ഫ്രീക്വൻസി കൺവേർട്ടർ മൾട്ടി വൈബ്രേറ്റർ? ഏതായിരിക്കും? ഇറ്റ് ഇസ് അസ്റ്റേബിൾ അല്ലേ. അസ്റ്റേബിൾ ആണ് വോൾട്ടേജ് ടു ഫ്രീക്വൻസി കൺവേർട്ടർ മൾട്ടി വൈബ്രേറ്റർ. അടുത്ത 18ാമത്തെ ഒരു പ്രോബ്ലം ആണ്. ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് എ ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ ഹാവിംഗ് L തന്നിട്ടുണ്ട് 30 മൈക്രോ ഹെൻറി, C 300 പൈക്കോ ഫാരഡേസ് നിയർലി. ഒരു ഓസിലേഷൻ, ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് എ ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ കാണാൻ ഫോമുല F ഈക്വൾ ടു 1/2π√LC. L അറിയാം 30 മൈക്രോ ഫാരഡ്, മൈക്രോ ഹെൻറി ആണ്. അതിനെ നമ്മൾ ഹെൻറിയിലോട്ട് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യും? 30 × 10⁻⁻6. ഓക്കെ, അതുപോലെ 300 പൈക്കോ ഫാരഡ്, അതിനെ ഫാരഡിലോട്ട് ആക്കാൻ വേണ്ടി 300 × പൈക്കോ എന്ന് പറയുമ്പോൾ 10⁻⁻12. അതൊക്കെ പഠിക്കാം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1677 കിലോ ഹെർട്സ് കിട്ടും. ഓക്കെ, അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ പ്രൊഡ്യൂസ് 4 കിലോ ഹെർട്സ് ഫോർ ഐഡൻറ്റിക്കൽ നെറ്റ്വർക്ക് ഇഫ് C ഈക്വൾ ടു 0.01 മൈക്രോ ഫാരഡ് ദെൻ R. ഒരു വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആണ്, 4 കിലോ ഹെർട്സ് ഫ്രീക്വൻസിയാണ്. ഐഡൻറ്റിക്കൽ നെറ്റ്വർക്കിൽ കപ്പാസിറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ R കണ്ടുപിടിക്കണം. നമ്മൾ ഡയറക്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത ഫോമുല തന്നെ F ഈക്വൾ ടു എന്താണ്? ω0 എന്ന് പറഞ്ഞാൽ 1/RC ആണ്. F0 ഈക്വൾ ടു 1/2πRC ആണ്. F0 ഈക്വൾ ടു 1/2πRC. ഫോമുലാസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് നമുക്ക് R കണ്ടുപിടിക്കാമല്ലോ. F വന്നിട്ടുണ്ട് എത്ര? 4 കിലോ ഹെർട്സ്. അതുപോലെ 2π R × C അറിയാം, 0.1 × മൈക്രോ ഫാരഡ് ആകുമ്പം × 10⁻⁻6. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ട് എത്ര കിട്ടും? 4 കിലോ ഓം കിട്ടും. ഓക്കെ, അടുത്ത നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ. ആൻ op-amp സർക്യൂട്ട് ദാറ്റ് ഹാസ് ഇറ്റ്സ് ഔട്ട്പുട്ട് ടൈഡ് ഡയറക്ട്ലി ടു ദ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് സിഗ്നൽ. ഏതാണ്? op-amp സർക്യൂട്ട് നമ്മുടെ സിലബസിൽ പറയുന്ന ഒരു ടോപ്പിക്കാണ് വോൾട്ടേജ് ഫോളോവർ. ഓക്കെ, ആൻ op-amp സർക്യൂട്ട് ദാറ്റ് ഹാസ് ഇറ്റ്സ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ടൈഡ് ഡയറക്ട്ലി ടു ദ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് സിഗ്നൽ ആണെങ്കിൽ അത് എന്താണ്? നമ്മൾ തിയറി പഠിച്ചു. ഇറ്റ് ഈസ് വോൾട്ടേജ് ഫോളോവർ. എന്താണ് വോൾട്ടേജ് ഫോളോവർ? ഓക്കെ, വോൾട്ടേജ് ഫോളോവർ ഇൻ ആൻ op-amp സർക്യൂട്ട് ഹിസ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് സ്ട്രേറ്റ് അവേ ഫോളോവേഴ്സ് ദി എന്തായിരിക്കും? ഇൻപുട്ട് വോൾട്ടേജിനെ ഫോളോ ചെയ്യും. വോൾട്ടേജ് ഫോളോവർ ആ ഒരു വാക്കിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈക്വലൻ ടു ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും. op-amp സർക്യൂട്ട് ഡസ് നോട്ട് പ്രൊവൈഡ് ആംപ്ലിഫിക്കേഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്യത്തില്ല. അതിൻ്റെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 1 ആയി ചോദിക്കും. വോൾട്ടേജ് ഗെയിൻ ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, ഇതിന് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വെരി ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആയിരിക്കും. ഓക്കെ, നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഐസൊലേഷൻ കിട്ടും ഓഫ് ഔട്ട്പുട്ട് ഫ്രം ദി ഇൻപുട്ട് സിഗ്നൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു എൻ്റെ എന്താണ് എൻ്റെ വോൾട്ടേജ് ഗെയിൻ 1 ആവാൻ കാരണം എന്താണ്? വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. അതിന് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ഓക്കെ, അപ്പോൾ ഗെയിൻ ഓഫ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്താണ്? A ഈക്വൽ ടു 1 + RF/RI ആണ്. ഓക്കെ, അപ്പോൾ RF എന്ന് പറയുന്നത് നമ്മുടെ വോൾട്ടേജ് ഫോളോവറിൽ RF 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഗെയിൻ എന്ത് കിട്ടും? 1 കിട്ടും. അങ്ങനെയാണ് ഗെയിൻ 1 ആവുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും 20 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങളിത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയുള്ളവർക്ക് നാളെ തുടങ്ങുന്ന ബാച്ചിൽ ജോയിൻ ആവാം. നിങ്ങൾക്ക് അതിൻ്റെ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ മാക്സിമം ഷെയർ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.